മാന്യ സദസ്സിനെ വന്ദനം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സൂത്രശാലിയായ ആട്. പണ്ട് പണ്ട് പഞ്ചമിക്കാട്ടിൽ വലിയൊരു ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയിൽ ധാരാളം ആടുകൾ താമസിച്ചിരുന്നു. എന്നും പുലർച്ചെ മേശസ്ഥലത്ത് ചെന്ന് വയറു നിറയെ പുല്ലുകൾ തിന്നുമായിരുന്നു അവർ. പുല്ലുകൾ തിന്ന് ആടുകളെല്ലാം തടിച്ചു കൊഴുത്ത് സുന്ദര കുട്ടന്മാരായി. ഒരു ദിവസം ഒരു കുറുക്കനും ഭാര്യയും അതുവഴി വന്നു. പുല്ലുമേയുന്ന ആടുകളെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. 2 ദിവസമായി അവർ എന്തെങ്കിലും കഴിച്ചിട്ട് കുറുക്കൻ ആടിനെ പിടിക്കാനായി ഒരുങ്ങി. കുറുക്കന്റെ ഭാര്യ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നിൽക്കൂ, ആടുകളെ പിടിക്കാൻ തിരക്ക് കൂട്ടാതെ. നമ്മൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ അവർ ഓടിപ്പോകും. നമുക്ക് ഈ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കാം. ഏതെങ്കിലും ഒരു ആട് ഇതുവഴി വരുമ്പോൾ നമുക്ക് ആ ആടിനെ പിടിച്ചു തിന്നാം. കുറുക്കന് ആ ആശയം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ ആ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ആട് അതുവഴി വന്നു. കുറുക്കന്മാർ 2 പേരും ആടിൻ മുകളിൽ ചാടി വീണു. പാവമാടിന് കൂട്ടുകാരോട് സഹായം ചോദിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. അന്നു മുതൽ കുറുക്കന്മാർ ആടുകളെ പിടിച്ചു തിന്നാനായി തുടങ്ങി. പതുക്കെ പതുക്കെ ആടുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. ഒടുവിൽ ഒരേ ആട് മാത്രം ബാക്കിയായി. അത് നല്ല സൂത്രശാലിയായ ആടായിരുന്നു. തൻ്റെ കൂടെയുള്ളവരെയെല്ലാം കുറുക്കന്മാരാണ് പിടിച്ചു തിന്നുന്നത് എന്ന് അതിന് മനസ്സിലായി. പിറ്റേ ദിവസം മുതൽ മേച്ചിൽ സ്ഥലത്ത് പോകുന്ന പതിവ് നിർത്തി. ഗുഹയുടെ അടുത്തെല്ലാമുള്ള പുല്ലുകൾ ഭക്ഷിച്ചു തുടങ്ങി. മേച്ചിൽ സ്ഥലത്ത് ആടുകളെ കാണാതിരുന്നപ്പോൾ കുറുക്കന്മാർ കരുതി ആടുകളൊക്കെ തിന്നെന്ന്. അങ്ങനെ അവർ ആ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്. ഗുഹയുടെ അടുത്ത് പുല്ലും മേയുന്ന സുന്ദരിയായ ആടിനെ. കുറുക്കന്മാരെ കണ്ടതും ആട് ഗുഹയ്ക്കുള്ളിൽ ഓടി ഒളിച്ചു. കുറുക്കന്മാർ അവിടെ ഇരുന്ന് ചിന്തിച്ചു, ഈ ആടെന്താ പുറത്തേക്കൊന്നും വരാത്തത്? എങ്ങനെ ഞാൻ ഈ ആടിനെ പിടിച്ചു കൊന്നു തിന്നാം? കുറുക്കന്റെ ഭാര്യ പറഞ്ഞു, നാളെ ഞാൻ ഈ ആടുകളുടെ ഗുഹയുടെ അടുത്ത് ചെന്ന് എങ്ങനെയെങ്കിലും ആടിനെ കൂട്ടുകാരനാക്കാനും ശ്രമിക്കാം. പിറ്റേ ദിവസം കുറുക്കന്റെ ഭാര്യ ആടുകളുടെ ഗുഹയുടെ അടുത്ത് വന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അതേ ചെങ്ങാതി, നിന്നോട് കൂട്ടുകൂടാനാ ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് അറിയാം. അതിന് കാരണം എൻ്റെ ക്രൂരനായ ഭർത്താവാണ്. ഇനി മുതൽ ഒരു ജീവിയെയും പിടിച്ചു തിന്നില്ല എന്നെനിക്ക് വാക്കു തന്നിട്ടുണ്ട്. ഇന്നത്തെ ഉച്ചഭക്ഷണത്തിന് തന്നെ ക്ഷണിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ഭർത്താവാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ദയവായി വരില്ലെന്ന് പറയരുതേ. ആട് ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു, ശരി, ഇതൊരു ക്ഷണമാണെങ്കിൽ ഞാൻ വരാം. പക്ഷേ ഇന്നിനി കുറച്ച് വിരുന്നുകാരുണ്ട്. കുറുക്കന്റെ ഭാര്യ കരുതി വിരുന്നുകാരും ആടുകളായിരിക്കുമെന്ന്. കുറുക്കന്റെ ഭാര്യ ചോദിച്ചു, ആരാ നിന്റെ വിരുന്നുകാർ? എത്ര പേര് കാണും? ആട് മറുപടി പറഞ്ഞു, എൻ്റെ വല്യമ്മേൻ്റെ മക്കളാ, നായ്ക്കള്. ഒരു 10-100 കാണുമായിരിക്കും. നായ്ക്കളെന്ന് കേട്ടതും കുറുക്കന്മാർ 2 പേരും ഓടി ഓടി പഞ്ചമിക്കാട് വിട്ടുപോയി. പിന്നീട് അവർ ഓടിയ വഴിയെ പുല്ല് പോലും മുളച്ചില്ല. ആട് കൊണ്ടുപോകും കുട്ടികളുമായി സന്തോഷത്തോടെ ജീവിച്ചു. നന്ദി.